ഗൈസ് നിങ്ങൾക്കൊരാൾ കാണിച്ചു തരാം. ഞാൻ ടാങ്കിന് ചൂട് കാരണം വെള്ളം പാരാൻ കയറിയതാണ് ഗൈസ്. വാർപ്പിന് മുകളിൽ ഇറങ്ങാൻ വൈകുന്നില്ല പറഞ്ഞ് പേടി. അതിന് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്ന് കരയുന്നുണ്ട് ഗൈസ്. കൊണ്ടുപോടി ഇതറിയോ ഇറങ്ങി എന്തൊക്കെയാ പറഞ്ഞത്? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ കിച്ചുമോളോടെ വിളക്കൊക്കെ കത്തിച്ച് നാമം ജപിക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് അടുക്കളയ്ക്ക് കയറിയിട്ടോ. അപ്പോൾ അടുക്കളയിൽ നല്ല സ്പെഷ്യൽ കുക്കിംഗ് നടക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോഴേ തത്ത പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നും രാവിലത്തെ ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കേടി വരുന്നതാണ്. അപ്പം ഞാൻ വേഗം വന്നിട്ട് എന്ത് ചെയ്തു, ചായ ഉണ്ടാക്കണതിന് മുന്നേ കുറച്ച് ചോറിനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ട് അരി ഇട്ടതിന് ശേഷം അത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ ഇവള് പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഓംലേറ്റ് അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെന്നറിയില്ല, എനിക്ക് അങ്ങനെ പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞോട്. ആദ്യമായിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. കാരണം അതുമാത്രമല്ല, ഈ പൊതിച്ചോറിനോടൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കലുണ്ട്, പക്ഷെ അന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണെന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പൊതിച്ചോറ് കിട്ടണത്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വൈകുന്നേരം വരുമ്പോൾ നല്ലൊരു വിശപ്പാണ്. അപ്പോൾ ഞാൻ അവർക്കും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചായപ്പൊടി ഇട്ടില്ല. ചായപ്പൊടി ഇട്ട് അവർ കുടിക്കുമല്ലോ. അപ്പോൾ ബ്രൂ കോഫീൻ്റെത് ഒരു പാക്കറ്റ് മാത്രം. അപ്പോൾ അവർക്ക് ലൈറ്റായിട്ടുള്ള ചായ ഇഷ്ടമാണ്, കടുപ്പം വലിയ ഇഷ്ടമല്ല. പിന്നെ ചായൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബേക്കറി അറിയണ്ട, മിക്സർ അതുപോലെ ഈ കപ്പ പൊരിച്ചോ അതുണ്ടാവുമല്ലോ, അതും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചായേൻ്റെ കൂടെ തിന്നാൻ വേണ്ടി നോക്കുമ്പോൾ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കുപ്പിയൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുമ്പോൾ കാണിച്ച് എത്രയേ ഉള്ളൂ. അപ്പോൾ തത്ത പറയുന്നുണ്ട് എന്തെങ്കിലും സാധനം മിക്സറോ ഇതോ കൊണ്ടുവന്നാൽ കിച്ചുട്ടി പിന്നെ പകലൊക്കെ അതങ്ങനെ തിന്ന് തീർക്കും. അതുകൊണ്ട് ബേക്കറി ഒന്നും വല്ലാതെയും കൊണ്ടുവന്ന് വെക്കലുമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ 2 നേന്ത്രപ്പഴം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയത് ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ ചായൻ്റെ കൂടെ എന്തെങ്കിലും വേണം കേട്ടോ ചായ കുടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നേന്ത്രപ്പഴം കൂട്ടി ചായ കുടിച്ചു. അതിൻ്റെ ഇടയിൽ അവൾ ചോറ് ഞാൻ വെന്ത് ഊറ്റി വെച്ചിട്ടോ. ഒരു 10-20 മിനിറ്റ് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കും ചോറാകും. കാരണം പെട്ടെന്ന് വേവണ അരിയാണത്. അപ്പോൾ ചോറായി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അമ്മയ്ക്ക് ചോറ് വേണ്ട, തണുത്ത ചോറ് കേടായിട്ടില്ല, ഞാൻ ഇതന്നെ പൊതിച്ചോറ് കെട്ടിക്കോളാമെന്ന് പറഞ്ഞിട്ട് ആ ചോറ് തന്നെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇല വല്ലാതെ വാടിയിട്ടില്ല കേട്ടോ. ഇല ഞാൻ പൊതിയ സമയത്ത് ഒന്ന് പൊട്ടിപ്പോയി, വാടിയിട്ടുണ്ടായിരുന്നില്ല ഇല. എന്നിട്ട് പിന്നെ ഞാൻ ആ ചോറൊക്കെ അവൾ തന്നെ ആക്കി. അവളെ വീഡിയോയിൽ അവളെ കാണിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ചെയ്യണത് ഇങ്ങനെ എടുത്തോ പറയണ്ടാവും, എന്നെ വീഡിയോയിൽ കാണിക്കലിട്ടെന്ന് പറഞ്ഞ് കുറേ ദേഷ്യമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കാണിക്കണില്ല, ഇത് മാത്രമേ എടുക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ മുട്ട ഓംലേറ്റ് വെച്ച് കൊടുത്തു. എന്നോട് ചോദിച്ചു എന്തൊക്കെ എവിടേക്ക് അമ്മ വയ്ക്കുക എങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചു കേട്ടോ. രാവിലത്തെ ചേനക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഉണക്കമീൻ വറുത്തതും പപ്പടവും കാഴ്ചതൊക്കെ അതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചോറ് മാത്രം ഉള്ളൂ കുറച്ച് വെക്കേണ്ടി വന്നത്. പിന്നെ നമ്മളിതാ അവരുടെ ഒരു ഫേവറേറ്റാണ് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത് വെച്ചു. പിന്നെ അച്ചാറുണ്ടായിരുന്നു. കറി ഒഴിക്കണ്ടെന്ന് വെച്ചപ്പോൾ കറി വേണ്ടെന്ന് പറഞ്ഞു, അച്ചാർ ഇട്ട് കൊടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസം സുലിത്താത്ത അപ്പുറത്തെ വീട്ടിലെ താത്ത കുറച്ച് ചമ്മന്തിപ്പൊടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു കുഞ്ഞ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പെട്ടെന്ന് കേടായി പോകില്ലല്ലോ ചമ്മന്തിപ്പൊടി. അപ്പോൾ എന്നോട് അമ്മ അതും കൂടെ വെച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അതും കൂടെ വെച്ചോ എന്ന് പറഞ്ഞു. പിന്നെ ഇലയൊക്കെ കെട്ടി റെഡിയാക്കിയത് ഞാനാട്ടോ. അപ്പോൾ പൊതിഞ്ഞപ്പോഴാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം കീറിപ്പോയി, കാരണം നന്നായിട്ട് വാടിയിട്ടില്ല. അപ്പോൾ അതവിടെ കെട്ടി വെച്ചു. ഇനി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേമ്മ ഞാൻ ചോറുണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 മണി വരെ വെയിറ്റ് ചെയ്യേണ്ട, ചിലപ്പോൾ ചോറ് കേടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കിച്ചുമോൾ ഇന്ന് പകൽ ഞാൻ ചോദിക്കുക എന്തായിരുന്നു ഇന്ന് പകൽ ചെയ്തതെന്നൊക്കെ എന്നും വരുമ്പോൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് ഇതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരികയാണ്. കുറച്ച് ചിത്രം വരച്ചതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ബുക്സ് വായിച്ചു. അപ്പോൾ 2 ബുക്ക് ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പേജ് ഒരു ദിവസം വായിക്കണം എന്നാണ് 2 ആളോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വായിക്കേണ്ട, ഒരു പേജ്. അപ്പോൾ അതൊക്കെ വായിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ വൈകുന്നേരം പിറ്റേ ദിവസം ഇതുപോലെ സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ സൺഡേസിൽ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഞാൻ ടാങ്ക് കഴുകാൻ, ടാങ്കല്ല ലീച്ചുമോളെ വാർപ്പിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിടാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ ഇറങ്ങാൻ പിന്നെ പേടിയായി. കയറാൻ തന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുവിധം കയറി. കിച്ചുമോൾ തന്നെ അതിൻ്റെ മുകളിൽ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് വാർപ്പിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിക്കാനിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറി. പക്ഷേ എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായി. സത്യം പറയാം, ഞാൻ എല്ലാവരും നാട്ടുകാരെ മൊത്തം വിളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടോ.
മക്കളങ്ങനെ പറയണ്ട, അമ്മ കാലിങ്ങനെ വെക്കമ്മ, അങ്ങനെ വെച്ചിട്ട് ഇറങ്ങമ്മ അത്. ഇരുന്ന് ഒരുപാട് സമയം ഇരുന്നുണ്ട് കേട്ടോ. ഇവർ താഴെ നിന്ന് ഇങ്ങനെ വിളിക്കണ്ട, അമ്മ നാണക്കേടാണ് അമ്മ, എല്ലാവരും വിളിക്കേണ്ടി വരും അമ്മ, നാണം കെടുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. അങ്ങനെ എന്തൊക്കെയാ പേടിച്ച് എല്ലാ ദൈവങ്ങളെയും വിളിച്ചേക്ക് ഭയങ്കര പേടി. ഹൈറ്റ് കേട്ടോ, അങ്ങനെ കോണി വെച്ചിട്ട് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ കൂടെ കയറാനൊന്നും പേടില്ല, പക്ഷെ ഇങ്ങനെ കോണിയൊക്കെ വെച്ചിട്ട് കയറാൻ ഭയങ്കര പേടിയാണ്. എങ്ങനെയൊക്കെ ഇവർ രണ്ടും കൂടെ പറഞ്ഞ് താഴെ ഇറങ്ങി. അപ്പം അപ്പുറത്ത് വീട്ടിൽ നിന്ന് കോണിയൊക്കെ കൊണ്ടു കൊടുത്ത് വന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതും കൂടെ അവർ വീഡിയോ എടുത്തപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ പിറ്റേ ദിവസം എന്താ പറയുക, പിന്നെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പിന്നെ എന്താ പറയുക, ആങ്ങളെയും നാത്തൂനും, അങ്ങനെ തന്നെ വേണം പറയാൻ. രക്തബന്ധം കൊണ്ട് മാത്രമല്ല നമുക്ക് ബന്ധുക്കളാവാൻ പറ്റുക അല്ലേ, അല്ലാണ്ടേയും പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ബ്രദറാണിത്, അഷറഫാക്കയും മാളത്താത്തയും അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവരെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ ഇതൊക്കെ. ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുത്തരിക എന്നതിലല്ല, നമ്മളെ വീട്ടിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക സന്തോഷം എന്ന് പറയണേ. അവർ രണ്ടാളും വന്നു, ഒരുപാട് സമയം അവിടെ നിന്നു. 7 മണിക്ക് വന്നിട്ട് അവർ ഒരു 9 മണിക്കായപ്പോഴാണ് അവിടെ നിന്ന് പോണേ കേട്ടോ. അപ്പോൾ അപ്പുറത്ത് വെള്ള സുൽത്താത്തിയും വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ അരി കൊണ്ടുവന്നിട്ടുണ്ട്, പഞ്ചസാര, ചായപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുപ്പി ഗ്ലാസ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ അവിടെ ആണെങ്കിലും ഒരു വീട്ടിൽ കഴിയുന്ന പോലെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഇനിയിപ്പോൾ ഇടയ്ക്ക് മാളത്താത്ത വൈകുന്നേരം ആണെങ്കിൽ വിളിക്കൂട്ടോ, എന്നെ വിളിക്കലുണ്ട്, വിളിച്ച് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ തിരക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് മീൻ നന്നാക്കിയിരുന്നു. മീൻ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വന്ന് മീൻ നന്നാക്കി പുറത്തുനിന്ന് ആത്തിക്കൊണ്ട് കയറുകയാണ്. അപ്പോൾ ഇവർക്ക് വന്നപ്പോഴേക്കും ആൾക്കൂടെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുക്കളയിൽ ജോലികളൊക്കെ, അത് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടാവും, മീൻ എന്തെങ്കിലും കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ രാത്രിയാണ് ഞാൻ തുടച്ചിരുന്നത്. ആ തുടക്കലോട് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് കുളി കഴിഞ്ഞ് വരിക. അപ്പോൾ ഇവർ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അങ്ങനെയൊക്കെ ആ കൂടെയൊക്കെ ഒരു ബുദ്ധിമുട്ടായി, അഷ്റഫാക്കിയും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ കയറിയിരുന്നു, വെള്ളം കുടിച്ചു. അതുമാത്രമല്ല, ഇവർ വന്നപ്പോൾ ഇവിടെ ഈ ഫ്രിഡ്ജ് ഇന്നലെയാണ് വാങ്ങിയത്. അപ്പോൾ അതവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കുപ്പി വലിയ ബോട്ടിൽ തണുത്ത വെള്ളം കൊണ്ടാണ് അവർ രണ്ടുപേരും വന്നത്. എന്നിട്ട് വെള്ളം ആളുത്താത്ത തന്നെ കലക്കി നാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അഷ്റഫാക്ക് വെള്ളം കൊടുത്തു. അഷ്റഫാക്ക് വെള്ളം കുടിച്ചിട്ട് പിന്നെ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ സമയം താത്ത അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ കാക്ക വന്നിട്ടാണ് പിന്നെ അവർ പോയത്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ ഒരേ രക്തത്തിൽ പിറന്നവരാവണം എന്നില്ല അല്ലേ. എന്താ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയാൽ മതിയല്ലോ. അതാണ് സ്നേഹം, അല്ലെങ്കിൽ അതാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. അതാണ്. എൻ്റെ ബന്ധുക്കൾ ആരും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ, ആരും വന്നിട്ടില്ല, അമ്മ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വലിയൊരു സ്നേഹം എന്ന് പറയണത്. ഒരുപാട് ഇഷ്ടമായി. കൂടെ പിറക്കണം എന്നില്ല, കൂടെ പിറപ്പാവാനല്ലേ. അപ്പോൾ അവർ യാത്ര പറഞ്ഞ് പോണത് വരെ അങ്ങനെ നോക്കി ഒന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതിലും ഇത് ഇനിയിപ്പോൾ എന്തൊരു സന്തോഷമാണ് വേണ്ടത്. ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ എന്താ പറയുക, ആങ്ങളെ നാത്തൂനും പോയിട്ടോ ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ വീട് ഇങ്ങോട്ട് മാറിയിട്ട് അതായത് രഹസ്യ അൻവറിക്കാൻ വന്നു എന്നല്ലാണ്ട് പിന്നെ സാനു ഇവരെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടി അവൻ പിന്നെ തമിഴ്നാട്ടിലേക്ക് പഠിക്കാൻ പോവാണ്, ഒരു വർഷത്തെ കോഴ്സിന്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ടാണ് പോയത്, ചേച്ചി ഞാൻ നാളെ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേറെ ഇഷ്ടമായി, സന്തോഷം കൊണ്ട് കണ്ണീരൊക്കെ വരുമെന്ന് അറിയില്ല. അവൻ പോയപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ താത്താനെ വിളിച്ച് പറഞ്ഞു, കുട്ടിയുടെ വന്ന് പറഞ്ഞു എന്നൊക്കെ നല്ലത്. അപ്പം ഇന്ന് ഓര് വന്നപ്പോൾ അതിലേറെ ഇഷ്ടമായി, ഒരുപാട് സന്തോഷം. അരിയൊക്കെ കൊണ്ടാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒന്നും കൊണ്ടുവരുന്നതിലല്ല അവർ എന്താ പറയുക, വന്ന് പോകുകയെന്ന് പറയുമല്ലോ, അതും സന്തോഷം. പിന്നെ കുറച്ച് ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുപ്പി ഗ്ലാസ്സൊക്കെ. അപ്പോൾ അവരിറങ്ങി. ഇനിയിപ്പോൾ എന്താ, ഞങ്ങൾ പിന്നെ ഫ്രിഡ്ജൊക്കെ വാങ്ങിയിട്ട് കേട്ടോ, അതും കൂടി കാണിച്ചു തരേ. ഇതാ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് കേട്ടോ. ഞാൻ വന്നിട്ട് വേഗം ഇവിടെ ബാഗ് തൂക്കിയിട്ടിട്ട് എന്താ പറയുക, ചോറുണ്ടെന്ന് ചോറ് വയ്ക്കാൻ നിന്നു. ഒരു വന്നപ്പോൾ ഞാൻ മീൻ നന്നാക്കിയിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അടുക്കള തന്നെ ഒരു മീനിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. വേഗം കൈയൊക്കെ സോപ്പിട്ട് കഴുകി, ആരെങ്കിലും വരികയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. എന്നിട്ട് കുപ്പി ഗ്ലാസ് ഇല്ല കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അവരെന്താ ചെയ്തറിയോ, വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ
കുപ്പിയിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം, വലിയൊരു ബോട്ടിൽ വെള്ളം അതുമായിട്ട് വന്ന് താത്തന്നെ വേഗം നാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാരങ്ങ താത്തന്നെ കലക്കി കാക്കാക്ക് കൊടുത്തു. ബാക്കിയുള്ള വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടോ, കാരണം ഒരു വിളിച്ചതിനൊന്നും ഫ്രിഡ്ജില്ലല്ലോ ഇവിടെ. അപ്പം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അവിടെ നിന്ന് തന്നെ വെള്ളമൊക്കെ തണുത്ത വെള്ളവും കൊണ്ടുവന്നു, നാരങ്ങയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ഫ്രിഡ്ജ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ബജാജിൻ്റെ EMI വഴിയാണ് കേട്ടോ ഫ്രിഡ്ജ് വാങ്ങിയത്. എന്തായാലും അത്യാവശ്യമാണ്, കാരണം എന്ത് സാധനം ഉണ്ടാക്കിയാലും കേടാവുകയാണ്. അപ്പോൾ ഇതാണ് ഇത് കണ്ടോ, ഈ വലിയ ബോട്ടിൽ വെള്ളം അവർ കൊന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളം താത്തന്നെ കലക്കിയിട്ട്, അപ്പോൾ കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നില്ല. ഓക്കേ, അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇനി മീൻ മറക്കാനുണ്ട്. ചോറ് വെച്ചിട്ടോ, ബാക്കിയുള്ള മീൻ ഫ്രീസറിൽ വെച്ചു. ചോറ് ഊറ്റി വെച്ചു. ഇനിയിപ്പോൾ അരി ഒന്ന് അരയ്ക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് കാണുന്നവരെല്ലാ കുട്ടികൾക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.